ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പേ ആയിരുന്നു നമ്മുടെ വീട്ടിലെ ലവ് ബേർഡ്സ് ഒരെണ്ണം മരിച്ചു പോയത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഒരു പിടിയുമില്ല. അപ്പം ഞാനതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാക്ക കുത്തിക്കടിച്ചതായിരിക്കും, അല്ലെങ്കിൽ എലി കടിച്ചതായിരിക്കും, പാമ്പ് കഴിച്ചതായിരിക്കും എന്നൊക്കെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്കതൊന്നും മനസ്സിലാകാത്ത സ്ഥിതിയാണ്. പാമ്പാണെങ്കിലും എലിയാണെങ്കിലും എങ്ങനെ വന്ന് പിടിച്ചു എന്നുള്ളത് ഇപ്പോഴും ഒരു പിടിയും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ കെട്ടിപ്പൂട്ടി വെച്ചിരുന്ന സംഭവമാണ്. എങ്ങനെ ഇത് പിടിച്ചെന്ന് ഇപ്പോഴും ഒരു പിടി കിട്ടുന്നില്ല. ഒരു ദിവസം ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ കണ്ടതാണ് ഇതിൻ്റെ തല മാത്രം ആ കൂട്ടിക്കിടക്കുന്നത്. ബാക്കി ഉടലോ ഭാഗങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതിന് മുമ്പത്തെ ദിവസമായിരുന്നു അതിൻ്റെ കുഞ്ഞായിട്ടുള്ള ലവ് ബേർഡ്സ് മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അമ്മയും അച്ഛനും കുഞ്ഞും കൂടെ ആ ജീവിച്ച സമയത്ത് ഇപ്പം അമ്മ മാത്രം ബാക്കിയായി കേട്ടോ. ആ പെൺകിളി മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കി ആ അച്ഛൻ കിളിയും പിന്നെ കിളിയും കൂടെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നേ. അപ്പം അത് ഞാനും ദേവൂസും കൂടെയാണ് അതെല്ലാം കുഴിച്ചിട്ടതും ഒക്കെ. അപ്പം ദേവൂസിന് ഭയങ്കര വിഷമമായതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഒരു ലവ് ബേർഡ്സിനെ മേടിക്കാമെന്നും പറഞ്ഞ് പോയതാണേ. അപ്പോൾ ഒരു ജോഡിക്ക് നമുക്ക് 300 രൂപയായിരുന്നു വില. ഞാനൊരു ജോഡി മേടിച്ചു. അവൾക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് വിചാരിച്ചു ഞാനൊരു ജോഡി മേടിച്ചു കേട്ടോ. അങ്ങനെ അതും മേടിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ ഒറ്റക്കിരിപ്പുണ്ടേ. അപ്പം ഞാനൊരു കുടവും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് പൊക്കി ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്ക് പിടിക്കാനൊന്നും അറിയത്തില്ല. അപ്പം ഞാനിത് പൊക്കിയിട്ട് ഞാൻ കൊണ്ടുവന്ന ആ ബോക്സ് തന്നെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ബോക്സ് തുറന്നിട്ട് അതിനകത്തോട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ 2 കിളികളും കൂടെ ഇറങ്ങി വരാനായിട്ട് ആദ്യത്തെ കിളി അങ്ങ് ഇറങ്ങി വന്നു. പക്ഷെ രണ്ടാമത്തെ ആളിന് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിന് ഇറങ്ങാനേ തോന്നിയില്ല, അതിനകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അതും ഇറങ്ങി വന്നു. അങ്ങനെ 3 പേരും കൂടെ അതിനകത്തിരുന്ന് അങ്ങ് ഇണങ്ങിയിട്ടില്ല. ആദ്യമൊക്കെ കുറച്ച് നേരം ഒന്ന് എന്തോ ശബ്ദമൊക്കെ ഉണ്ടാക്കി ഇതിനകത്ത് ഉണ്ടായിരുന്ന പെൺകിളി. പിന്നെ അങ്ങ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് ഇണങ്ങി കേട്ടോ. കുടത്തീന്ന് ഇറങ്ങാതെ അങ്ങ് ഇരിക്കുവാണ്. ഏതാണ്ടൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. അപ്പം ഞാൻ ലവ് ബേർഡിനെ മേടിക്കുന്ന കാര്യം ദേവൂസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിനെയൊക്കെ കുറച്ച് നേരം എല്ലാം ഒന്ന് കുടവും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ദേവൂസിനെ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളെ പോയി വിളിക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും ഇതുങ്ങൾ ഏകദേശം ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിലായിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയി വിളിച്ചുകൊണ്ടൊക്കെ വന്ന ആൾക്ക് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അവൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇത്രയും സന്തോഷം ഉണ്ടായിരുന്ന അവളുടെ കിളികളെ രാവിലെ തന്നെ പോയി ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നതാണ്. ഇപ്പോൾ ഭയങ്കര സന്തോഷം അയാൾക്ക്. അയാളുടെ സന്തോഷം മുഖത്ത് തന്നെ ഉണ്ട്.